കോൺഗ്രസിന് ഒരു സീറ്റ് പോലും കിട്ടാത്ത സംസ്ഥാനത്തെ 4 ജില്ലകളുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. പത്തനംതിട്ട, ഇടുക്കി, കാസർഗോഡ്, കോഴിക്കോട്. ഇന്ന് നമുക്ക് കോഴിക്കോട് ഒന്ന് വിശകലനം ചെയ്യാം. കോൺഗ്രസിന്റെ തിളയ്ക്കുന്ന യുവപ്രതിഭയായ ഷാഫി പറമ്പിലിന്റെ 5 നിയമസഭാ നിയോജക മണ്ഡലങ്ങളും, MK രാഘവന്റെ 7 നിയമസഭാ മണ്ഡലങ്ങളും, പ്രിയങ്ക ഗാന്ധിയുടെ 1 നിയമസഭാ നിയോജക മണ്ഡലവും ചേർന്ന VVIP മണ്ഡലങ്ങളാണ് കോഴിക്കോട് ജില്ലയിലെ 13 നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിൽ 10ഓളം മണ്ഡലങ്ങളിൽ UDFന്റെ ഭൂരിപക്ഷം 20,000-ന് മുകളിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10,000-ന് താഴെ വോട്ടുകൾക്ക് UDF പരാജയപ്പെടുകയോ വിജയിക്കുകയോ ചെയ്ത സീറ്റുകൾ 5 എണ്ണമാണ്. കോൺഗ്രസ് സംപൂജ്യരായ ഈ ജില്ലയിൽ നിയമസഭയിലേക്ക് UDFനെ പ്രതിനിധീകരിച്ച് വിജയിച്ചത് വെറും 2 പേർ മാത്രം. കൊടുവള്ളിയിൽ നിന്ന് ശ്രീ MK മുനീറും വടകരയിൽ നിന്ന് ശ്രീമതി KK രമയും. കോൺഗ്രസും മുസ്ലിം ലീഗും തുല്യ സീറ്റുകളിൽ മത്സരിച്ച ഈ ജില്ലയിൽ ഒരു സ്വതന്ത്രനും ഒരു കേരള കോൺഗ്രസ് പ്രതിനിധിയും മത്സരിച്ചു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനായി മുന്നൊരുക്കം നടത്തുന്ന കോൺഗ്രസിന് ഈ ജില്ലയിൽ അതിശക്തമായ ഒരു നായകനുണ്ട്. നയിക്കുന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ പ്രവീൺ കുമാറാണ്. പുറമെ KPCCയുടെ അറ്റാച്ച്ഡ് ജനറൽ സെക്രട്ടറി ശ്രീ K ജയന്തും ബേപ്പൂരിൽ റെക്കോർഡ് വോട്ടായ 28,000 വോട്ടിന് ദയനീയ പരാജയം ഏറ്റുവാങ്ങിയ അന്വേഷണ വിദഗ്ധൻ PM നിയാസുമാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, N സുബ്രഹ്മണ്യൻ, അഭിജിത്ത് എന്നീ നേതാക്കന്മാരെല്ലാം ജില്ലയിൽ ഉണ്ടെങ്കിലും പ്രസിഡന്റിനോട് അറ്റാച്ച്മെന്റ് കുറഞ്ഞതുകൊണ്ടും അഖിലേന്ത്യാ നേതൃത്വത്തെ കൈകാര്യം ചെയ്യാൻ നിയാസിനെ പോലെ പറ്റാത്തത് കൊണ്ടും കോഴിക്കോട് രാഷ്ട്രീയത്തിൽ തീരുമാനം കൈയാളാൻ ഇവർക്ക് സാധിക്കാതെ പോകുന്നു എന്നുള്ളത് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ തന്നെയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഈ ജില്ലയിൽ നിന്നും അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമെങ്കിൽ അത് 2 സീറ്റുകളിൽ മാത്രമാണ്. അതായത് കോൺഗ്രസ് 5 സീറ്റുകളിൽ മത്സരിക്കുകയാണെങ്കിൽ വിജയിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള 2 സീറ്റുകൾ. ഒന്ന് ഇപ്പോഴത്തെ DCC പ്രസിഡന്റ് ശ്രീ പ്രവീൺ കുമാർ കേവലം 4,000 വോട്ടിന് പരാജയപ്പെട്ട നാദാപുരവും, കാനത്തിൽ ജമീല 8,000 വോട്ടിന് വിജയിച്ച കൊയിലാണ്ടി മണ്ഡലവുമാണ്. ഇവിടെ ശ്രീ സുബ്രഹ്മണ്യനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പരാജയപ്പെട്ടത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിലെ ഉന്നത കുലജാതന്മാർ എഴുതിത്തള്ളിയ കേരളത്തിലെ 14 SC മണ്ഡലങ്ങളിൽ ഒന്ന് സ്ഥിതി ചെയ്യുന്നതും കോഴിക്കോട്ട് ജില്ലയിലാണ്, ബാലുശ്ശേരി. 2011 9,000 വോട്ടിന്റെ പരാജയത്തിൽ നിന്ന് 2021 എത്തിയപ്പോഴേക്കും അത് 20,500 വോട്ടിന്റെ ഭീകര പരാജയമായി മാറിയെങ്കിൽ എത്രത്തോളം ഈ മണ്ഡലത്തെ ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ കോൺഗ്രസ് തള്ളിമാറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്ഥാനമോഹികളായ നേതാക്കന്മാർക്ക് ബാലുശ്ശേരിയോട് താല്പര്യമില്ലാത്തതും പട്ടികജാതി വിഭാഗത്തിൽ നിന്നും ഒരു നേതാവിനെ വളർത്തിക്കൊണ്ടുവരാത്തതും ബാലുശ്ശേരിയുടെ അവസ്ഥ കൂടുതൽ ദയനീയമാക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ. കോഴിക്കോട് നോർത്തിൽ KSUവിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ KM അഭിജിത്ത് പരാജയപ്പെട്ടത് 13,000-ഓളം വോട്ടിനാണ്. ഈ മണ്ഡലം പരാജയത്തിന് ശേഷം സജീവമായി തിരിച്ചുപിടിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് അഭിജിത്ത് എന്ന ചെറുപ്പക്കാരൻ നേതൃത്വം നൽകുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ സ്ഥിതി എന്താണ് എന്നറിയില്ല. പക്ഷേ അഭിജിത്തിനെ മാറ്റി KPCCയിൽ സ്വാധീനമുള്ള ജയന്ത് ഈ സീറ്റ് പിടിച്ചെടുക്കും എന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന വാർത്ത. പക്ഷേ അങ്ങനെ ഒരു റിസ്കിന് അദ്ദേഹം നിൽക്കുമോ എന്നുള്ളത് നമ്മൾ സംശയത്തോടു കൂടി തന്നെ നോക്കിക്കാണുന്ന ഒരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ പ്രതീക്ഷയുടെ ചെറുതുരുത്തായി നിൽക്കുന്ന ഈ മണ്ഡലവും സ്വാഹ. 8,472 വോട്ടിന് N സുബ്രഹ്മണ്യൻ പരാജയപ്പെട്ട മണ്ഡലത്തിൽ അദ്ദേഹത്തിന് സീറ്റ് ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അദ്ദേഹം ഒന്നിൽ കൂടുതൽ തവണ പരാജയപ്പെട്ട മണ്ഡലം, അദ്ദേഹത്തിന് ഇപ്പോഴുള്ള രാഷ്ട്രീയ സ്വാധീനക്കുറവ്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ സീറ്റ് മോഹത്തെ ഒരുപക്ഷെ കരിച്ചു കളയും. പലതവണ പരാജയപ്പെട്ട അദ്ദേഹത്തിന് പകരം ആത്മാർത്ഥതയുണ്ടെങ്കിൽ കോൺഗ്രസ് മത്സരിക്കാൻ തയ്യാറാണെങ്കിൽ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനെയാണ്. വടകര ലോക്സഭാ മണ്ഡലത്തിൽ 2 തവണ വിജയിച്ച മുല്ലപ്പള്ളിക്ക് കൊയിലാണ്ടിയുടെ മനസ്സിൽ ഇടമുണ്ടാവുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. നാദാപുരം പ്രവീൺ കുമാറിനെ മത്സരിപ്പിക്കുന്ന പക്ഷം ഈ ഇടതുവിരുദ്ധ തരംഗത്തിൽ അദ്ദേഹം വിജയിക്കും എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്.
ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ അഭിമാനകരമായ പ്രവർത്തനമാണ് പ്രവീൺ കുമാർ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിവരുന്നത്. നിരവധി ആളുകളെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിക്കാനും വളരെ പ്രധാനപ്പെട്ട ചില സമ്മേളനങ്ങൾ കോഴിക്കോട്ട് നടത്താനും അദ്ദേഹത്തിന് സാധിച്ചത് അദ്ദേഹത്തിന്റെ ഒരു പൊൻതൂവലായി അദ്ദേഹത്തിന്റെ ശിരസിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തന ശൈലി കോൺഗ്രസിനും മുന്നണിക്കകത്തും വലിയ സ്വാധീനമുറപ്പിക്കാൻ അദ്ദേഹത്തിന് അവസരം നൽകിയിട്ടുണ്ട്. വ്യക്തിപരമായ സ്വാധീനമാണ് എം പിമാരുടെ ഭൂരിപക്ഷം ഇത്രയും വർദ്ധിക്കാൻ കാരണം എന്ന് പല എം പിമാരും പറഞ്ഞു വരുന്നു. പക്ഷേ ആ സ്വാധീന മേഖലയിൽ നിന്ന് ഒരാളെ പോലും പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിച്ച് നിയമസഭയിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോകുന്നത് ദുഃഖകരമാണ്. കേരളത്തിലെ യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള വടകര എം പി ഷാഫി പറമ്പിൽ പ്രതിനിധാനം ചെയ്യുന്ന 5 നിയമസഭാ മണ്ഡലങ്ങൾ ആണ് കോഴിക്കോട് ജില്ലയിലുള്ളത്. ഇതിൽ കൊയിലാണ്ടിയിലും നാദാപുരത്തും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചാൽ അത് ഷാഫിക്ക് അഭിമാനമായി മാറും. അദ്ദേഹത്തിന്റെ കേരള രാഷ്ട്രീയത്തിലെ ഗ്രാഫ് ഉയരുക തന്നെ ചെയ്യും. കോഴിക്കോട് നോർത്തിൽ അഭിജിത്തിനെ തന്നെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കാൻ സാധിച്ചാൽ MK രാഘവനും ഒരു പരിധിവരെ സന്തോഷിക്കാൻ സാധിക്കും. അതല്ലാത്ത പക്ഷം കോൺഗ്രസ് നേരിടാൻ വേണ്ടി പോകുന്നത് വലിയ പരാജയമായിരിക്കും. ബേപ്പൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19,000 വോട്ടിന്റെ ലീഡ് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും സ്ഥാനാർത്ഥിയാകാൻ പോകുന്നത് നിയാസ് ആണെങ്കിൽ ദയനീയ പരാജയമായിരിക്കും സംഭവിക്കുക എന്ന് കോഴിക്കോട് രാഷ്ട്രീയം അറിയുന്ന എല്ലാവർക്കും അറിയാം. ഒരിക്കൽ കൂടി പറയട്ടെ, മൊത്തം കോഴിക്കോട് ജില്ലയിലെ സീറ്റുകൾ 13, കോൺഗ്രസ് 15,000-ന് താഴെ പരാജയപ്പെട്ട സീറ്റുകൾ 3. ആ 3 സീറ്റുകളിൽ ശക്തമായ പ്രവർത്തന ശൈലിക്ക് രൂപം കൊടുത്ത് ആ പ്രവർത്തന ശൈലിയിലൂടെ മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് സാധിച്ചാൽ ഇനി ഒരു വർഷം കൂടി ബാക്കിയുണ്ട്. 2026-ൽ 3 സീറ്റുകൾ നേടുന്ന ജില്ലയായി കോൺഗ്രസിന് 3 സീറ്റുകൾ നേടിക്കൊടുക്കുന്ന ജില്ലയായി കോഴിക്കോട് മാറുക തന്നെ ചെയ്യും.